വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE അജ്മാനിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മോടൊപ്പമുള്ള അതിഥി പോളിക്കം മിഡിൽ ഈസ്റ്റ് എന്ന അജ്മാനിലെ UAE ഒരു വലിയ കമ്പനിയുടെ ഫിനാൻസ് മാനേജരും അതോടൊപ്പം തന്നെ അവർ ക്ലബ് എന്ന് പറഞ്ഞ കലാസാംസ്കാരിക സംഘടനയുടെ പ്രസിഡന്റും അതിനേക്കാൾ ഉപരി പ്രിയദർശിനി OICC തുടങ്ങിയ സംഘടനകളിൽ സർവ്വസാന്നിധ്യമായി മാറിയിട്ടുള്ള മിസ്റ്റർ ശ്രീനാഥ് കടാഞ്ചേരിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പോൾ പോളിക്കം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയുകയുണ്ടായ അവർ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. പ്രിയദർശിനി OICC തുടങ്ങിയ സംഘടനകളുടെ സർവ്വസാന്നിധ്യമാണ്. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊന്ന് വിശദമാക്കാം. ഞാൻ ആക്ച്വലി എൻ്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലേക്ക് പോയി. കൽക്കട്ടയിൽ എൻ്റെ ബ്രദറുണ്ട്. അവിടെ പോയി പഠിക്കുകയും കൂടെ ജോലി ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ പോയത്. അവിടെ പോയി ഞാൻ ICWAക്ക് പഠിക്കാൻ ചേർന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ക്വിസ് മാസ്റ്ററുണ്ട്, ഡെറിക് ഒബ്രയൻ. ഈ ബോൺവിറ്റ ക്വിസ് കോൺടെസ്റ്റ് എന്നുള്ളൊരു പ്രോഗ്രാം ZTVയിലെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തനായ ഒരു പൊളിറ്റീഷ്യനും കൂടെയാണ്, MP ആണ്. അപ്പോൾ അങ്ങേരുടെ കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ടാണ് എൻ്റെ ജോലി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്താണ് ബഹ്റൈനിലൊരു വേക്കൻസി വരികയും അതിനെ അപ്ലൈ ചെയ്യും. ആ ജോലി എനിക്ക് ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പഠിത്തം നിർത്തി ബഹ്റൈനിലേക്ക് പോകേണ്ടതായി വന്നു. ഓക്കെ. ബഹ്റൈനിൽ 2 വർഷത്തോളം ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അബ്ദുസലാം എന്ന് പറയുന്ന സുഹൃത്ത് എന്നെ ദുബായിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ഞാൻ ദുബായിൽ വന്നു. ഈ ദുബായിൽ വന്നിട്ട് കുറേ കാലം ഷാർജ ഷെയ്ഖിൻ്റെ ഹോം സ്റ്റൈൽ ഫർണിഷിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ചീഫ് അക്കൗണ്ടൻറ്റും പിന്നീട് അവിടുത്തെ അക്കൗണ്ട്സ് മാനേജറുമായി. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് പോളിക്കം മിഡിൽ ഈസ്റ്റ് എന്ന കമ്പനിയുടെ ഫൈനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ കൂടെ തന്നെ ഒന്ന് സെറ്റിലായതിനു ശേഷം എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് MBAക്ക് ചേർന്നു. ഇപ്പോൾ MBA ഫിനാൻസിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. പോളിക്കം മിഡിൽ ഈസ്റ്റിൻ്റെ ഫൈനാൻസ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും കൈകാര്യം ചെയ്യുന്നു. പോളിക്കം മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1998 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറിയൊരു സംവിധാനത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ലോകം മുഴുക്കെ എന്ന് പറയാവുന്ന രീതിയിൽ പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമായി ഈ കമ്പനി മാറുകയും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വലിയ അളവ് വരെ എന്നെക്കൊണ്ട് സാധിച്ചു എന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. സർ, ഇപ്പോൾ നമ്മൾ കലാസാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു, താങ്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, പ്രത്യേകിച്ച് UAEയിൽ താങ്കളോടൊപ്പം ആരൊക്കെയാണ്, നാട്ടിലാരൊക്കെയാണ്, അതോടൊപ്പം തന്നെ താങ്കളുടെ കുട്ടിക്കാലം, വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കാണുകയാണെങ്കിൽ കുടുംബത്തോടുള്ള താങ്കളുടെ കാഴ്ചപ്പാട്. എൻ്റെ ഭാര്യ സിനി പാലക്കാട് സ്വദേശിയാണ്. എൻ്റെ മൂത്ത മകൻ വൈഷ്ണവ്, അവൻ ഷാർജയിലെ സ്കൂൾ ഓഫ് നോളജിലെ ഗ്രേഡ് 3 സ്റ്റുഡൻ്റാണ്. രണ്ടാമത്തെ മകൻ ശ്രീദേവ്, അവന് 6 മാസം പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. വളരെ സംതൃപ്തമായ കുടുംബജീവിതമാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം കലാപ്രവർത്തകർ ഏരിയയാണല്ലോ. അത് മാത്രമല്ല, എന്നെ ഒറ്റപ്പാലത്തേക്ക് ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് പണ്ട് VK മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. മാതൃഭൂമിയിലൊക്കെ പണ്ട് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന VK മാധവൻകുട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഒരു ചാനലിൽ ദൂരദർശനിലും കൊണ്ട് തോന്നുന്നുണ്ട്,
സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആത്മകഥയുടെ പരിസര പ്രദേശങ്ങളെല്ലാം ഒറ്റപ്പാലായിരുന്നു. അദ്ദേഹം ബേസിക്കലി ഒറ്റപ്പാലത്തുകാരനായിരുന്നു. അപ്പോൾ ഞാൻ പല പിന്നെ പ്രദേശങ്ങളും ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും മനോഹരമായൊരു സ്ഥലമായിട്ട് എനിക്ക് ഒറ്റപ്പാലം തോന്നി. അന്ന് മുതൽക്ക് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു ഒറ്റപ്പാലത്ത് സ്ഥലം വാങ്ങിക്കണം, ഒരു വീട് വെക്കണം എന്നുള്ളത്. അതങ്ങനെ കിടന്നു. ഞാൻ വിവാഹം കഴിഞ്ഞപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. വൈഫ് ഓഫ് ആക്ച്വലി പാലക്കാട് ഒലവക്കോടല്ല, അത് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താലേ അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ശരി, അവൾ പറഞ്ഞു ഓക്കെ, എനിക്കവിടെ പരിചയമൊന്നുമില്ല, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അത് കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ അവൾ അവളുടെ തന്നെ അമ്മാവൻ്റെ ഒരു പിന്നെ DTP സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലക്കാട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് അവരൊരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒറ്റപ്പാലത്ത് ഒരു സ്ഥലം കൊടുക്കാണ്ട് ആർക്കെങ്കിലും വേണം. അപ്പോൾ ഇവളത് കേട്ടു. ഇവളത് കേട്ടിട്ട് എവിടെ എന്താണെന്നൊക്കെ അന്വേഷിച്ചു. എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പോയിരിക്കണം. അവർ പോയി കണ്ടപ്പോൾ വളരെ മനോഹരമായ സ്ഥലം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉടൻ തന്നെ ആ സ്ഥലം കച്ചവടമാക്കി. അങ്ങനെ പിന്നെ അവിടെ ഇപ്പോൾ വീട് വെക്കപ്പോൾ വീടിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായി. ഒരു 2-3 മന്ത്സിനകത്ത് വീട് പണി കംപ്ലീറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒറ്റപ്പാലത്ത് സെറ്റിൽ ചെയ്യാനുള്ള കാരണം. കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചെറിയമ്മ, അതായത് അമ്മയുടെ അനുജത്തി, ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ ചിത്രകലയിൽ ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സാവുകയും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ചിത്രകലാകാരിയാവുകയും ലളിതകലാ അക്കാദമി അവാർഡുകളെല്ലാം അങ്ങനെ അവാർഡുകൾ ലഭിക്കുകയും അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണം അവരെ കീഴടക്കിയത്. പക്ഷേ അവരുടെ ചിത്രങ്ങൾ ഇന്നും തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിൽ പ്രദർശനത്തിൽ വച്ചിട്ടുണ്ട്. അവരുടെ പേരിൽ എല്ലാ വർഷവും പുരസ്കാരം ലളിതകലാ അക്കാദമി പുരസ്കാരം നൽകുന്നുണ്ട്. TK പത്മിനി പുരസ്കാരം എന്നാണ് ആ പുരസ്കാരത്തിൻ്റെ പേര്. ആ TK പത്മിനി എന്ന ചിത്രകാരി ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ കലാപരമായി ഇത്രയും ഉന്നതിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ ഒരു വിഷമാണ്. ഞങ്ങൾക്ക് ആർക്കും അവരുടെ കഴിവിൻ്റെ ഒരു അംശം പോലും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള ഒരു കലാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വളരെ ഒരു ഖേദമുണ്ട്. സാർ, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ശ്രീനാഥ് കാടാഞ്ചേരി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയി, കലാപ്രവർത്തന രംഗത്തൂടെ കടന്നുപോയി, ഔദ്യോഗിക ജീവിതത്തിൽ കടന്നുപോയി, ഫാമിലി വിശേഷങ്ങൾ നമ്മൾ വിശദമായി സംസാരിച്ചു. നമ്മുടെ സമയം ഏകദേശം വരുന്നതിൻ്റെ പൂർണ്ണമാകുകയാണ്. ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരോട് ആത്മാർത്ഥമായി സംസാരിച്ചതിൽ, പങ്കെടുത്തതിൽ വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.